ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് നേരത്തെ കിട്ടി തുടങ്ങി, സൈൻ കിട്ടി തുടങ്ങി. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നത് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും എല്ലാം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട്, ഒരു പുതിയ ചാപ്റ്ററിൻ്റെ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഈ ഒരു പരിവർത്തനം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഇതേ സെയിം പരിവർത്തനം തന്നെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരികയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. കാരണം റിപ്പീറ്റ് സൈൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ മോശം സംഭവിക്കാൻ പോകുകയാണോ എന്നാണ്. ഇവിടെ നിങ്ങളുടെ മൈൻഡ് ഹാങ് ആകുന്ന അവസ്ഥ, നല്ല രീതിയിൽ ഏകാഗ്രത നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇവിടെ പരിവർത്തനം ഇത്ര നല്ല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സുഗന്ധിതമായിട്ടുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആദ്യമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പാടായിരിക്കും ഈ ഒരു പരിവർത്തനം അക്സെപ്റ്റ് ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു പരിവർത്തനം എൻ്റെ ലൈഫിൽ നല്ല ഒരു ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് എന്ന്. ഈ ഒരു ടൈം നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്ന 9 നമ്പറായിരിക്കും. 9 നമ്പറിനോട് ഭയങ്കരമായിട്ടൊരു ആകർഷണം നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും 9 നമ്പർ അല്ലെങ്കിൽ 9-ാം തീയതി, 19-ാം തീയതി, 29-ാം തീയതി ഇതൊക്കെ നിങ്ങൾക്ക് സൂട്ടാവുന്നതായിട്ട്, അതായത് 9 നമ്പർ വരുന്ന ആ ഒരു തീയതിയൊക്കെ നിങ്ങൾക്ക് സൂട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എൻ്റെ ലക്കി നമ്പർ ചിലപ്പോൾ ഇതാണോ, എനിക്ക് ഈ നമ്പറുമായിട്ട് ഭയങ്കര ആകർഷണം തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ, ഈ ഒരു നമ്പറിലോട്ട് ഭയങ്കര ഒരു ആകർഷണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ നല്ലൊരു പരിവർത്തനം ചിലപ്പോൾ ഉണ്ടാകുന്നത് 9-ാം തീയതി ആയിരിക്കാം. ഇല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്ന നമ്പർ 9 ആയിരിക്കാം. ഇത് മെയിനായിട്ട് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം നല്ല ഒരു ചിരിയോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്ന രീതിയിലായിരിക്കും. അത് നിങ്ങൾ ദൈവത്തിനോട് ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനൊരു പരിവർത്തനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ദൈവം, പക്ഷെ ആ രീതിയിലുള്ള പരിവർത്തനം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ ആദ്യം കിട്ടുന്ന സൈൻ നമ്പർ 9 എന്ന നമ്പറിലോട്ട് കൂടുതലായിട്ട് ഒരു ആകർഷണം തോന്നുന്നതാണ്. പിന്നെ 000 ഈ നമ്പറിലോടും ഒരു ആകർഷണം നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു സൂചനയാണ് ഈ ഒരു 000 നമ്പർ. അതായത് 1 എൻഡായിട്ട് അടുത്ത് തുടങ്ങത്തില്ലേ അത്. ഇനി നിങ്ങളുടെ ദിവസം ഇങ്ങനെയായിരിക്കും, അതായത് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു എന്ന് പോലും അറിയാത്ത രീതിയിൽ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ബിസി ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മാനസികമായിട്ടൊരു ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മുന്നേക്ക് മാനസികമായിട്ടുള്ള അശാന്തിയാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മാനസികമായിട്ടൊരു ശാന്തിയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മുന്നേക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അടുത്ത സിറ്റുവേഷൻ വീണ്ടും നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ തരുന്ന അവസ്ഥയാണ്. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും നിങ്ങൾ. പക്ഷേ ശരിയായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു സമയം ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ്. ഇവിടെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ആ ഒരു വർക്ക് നടക്കുമെന്ന് വിചാരിച്ചത് ആ രീതിയിലായിരിക്കത്തില്ല നടക്കുന്നത്, വളരെ നല്ല രീതിയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ എന്ത് സന്തോഷം ലഭിച്ചാലും വളരെ നല്ല രീതിയിലുള്ള സന്തോഷം, നിങ്ങൾ ഒട്ടും വിചാരിക്കത്തില്ല ദൈവമേ ഞാൻ ഇങ്ങനൊരു സന്തോഷം ലഭിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ നിങ്ങൾ നന്ദി പറയും ദൈവത്തിന്. അതായത് നിങ്ങളുടെ വിചാരങ്ങൾക്ക് അപ്പുറമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ തലയിൽ എന്തോ ഒരു ഭാരമുള്ളതായിട്ട്, ആ ഒരു ഭാരവും കൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ദൈവം എന്തോ ഒരു മിറാക്കിൾ പ്രവർത്തിച്ച് ആ ഒരു ഭാരം കുറച്ചു. അപ്പോൾ അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്ന അവസ്ഥ. ഇവിടെ ആ ഒരു ഭാരത്തിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആവത്തില്ല, പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഇവിടെ എത്ര തന്നെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടാലും അതിന് ചെറിയ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ ഒരു സമയം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തോന്നും, അങ്ങനെ എങ്ങനെ സംഭവിച്ചു, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ചു പോവും. ഒരു പുതിയ തുടക്കം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ആ ഒരു തിളക്കം നിങ്ങളുടെ മുഖത്തും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഇനി പറയും നിങ്ങളോട് ചിരിക്കൂ, നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കൂ എന്നൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾ കാണുന്ന വീഡിയോസും ആ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും, സാഡായിട്ടുള്ള വീഡിയോസ് ആയിരിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ആ ജീവിതം ജീവിക്കുവാനുള്ള ഒരു തോന്നൽ, ഇപ്പോഴാണ് എൻ്റെ ജീവിതം നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ തോന്നുന്നത്, ആ രീതിയിൽ ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതിനു മുമ്പേയൊക്കെ നിങ്ങളൊരു യോദ്ധാവായിരുന്നു, എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്ന ഒരു യോദ്ധാവ്. ഇനി നിങ്ങൾ സന്തോഷം ആകർഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മാർച്ച് മന്താണ് നടക്കുന്നത്, ഇനി ഏപ്രിൽ മന്ത് വരും. ആ ഒരു മന്ത് പോകുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ചസിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ലൈഫിൽ എനിക്ക് ചെയ്യാൻ പോലും സാധിക്കത്തില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ചില ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ആലോചിച്ച് വിഷമിക്കാറുണ്ട്, കരയാറുമുണ്ട്. ദൈവം, എനിക്ക് ഈ ലൈഫിൽ അങ്ങനൊരു ജീവിതം ഉണ്ടാകുമോ, അങ്ങനൊരു ജീവിതം ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ, എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന രീതിയിൽ എനിക്ക് മാറാൻ സാധിക്കുമോ, അങ്ങനെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ആ രീതിയിൽ മാറുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം, എല്ലാവർക്കും നിങ്ങളാൽ സന്തോഷം ലഭിക്കുന്ന ജീവിതം, അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ചില സമയം നിങ്ങൾക്ക് തോന്നും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഈശോൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഇനി മറന്നു കളഞ്ഞേക്കൂ. ഇനി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റി വച്ചേക്കണം. ആ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. ഇനി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്, അതൊക്കെ നിങ്ങൾ മറക്കുന്നതാണ്. കാരണം നമ്മുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. കാരണം അത്രമാത്രം സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുമ്പോൾ. നിങ്ങളെ ഏതോ ഒരു വ്യക്തി വളരെ വലിയ രീതിയിലാണ് വിഷമിപ്പിച്ചത്. ആ വ്യക്തി നിങ്ങളെ ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഇടാൻ ശ്രമിച്ചു. ഒരിക്കലും കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് ചിലന്തി വല ഇത് ചെയ്തിട്ട് അതിൽ ഒരു അതിൻ്റെ ആ ഒരു ആഹാരത്തെ കൊണ്ട് എത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ നാല് ചുറ്റും ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് കയറി വരാൻ പറ്റാത്ത രീതിയിൽ ഒരു കാര്യത്തിൽ നിങ്ങളെ പെടുത്താനാണ് ഈ ഒരു വ്യക്തി നോക്കിയത്. ലീഗലായിട്ട് എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരെ ഈ വ്യക്തി ചെയ്തായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു വ്യക്തി ഈ കാരണം നിങ്ങൾക്ക് ഒത്തിരി മെൻ്റലായിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങളുടെ ഇമേജിൽ പോലും സംസാരം വന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി കാരണം. കാരണം ഈ വ്യക്തി കാരണം ഒത്തിരി സ്ട്രെസ്സ്, ഒത്തിരി ഒറ്റപ്പെടൽ എല്ലാം അനുഭവിച്ചാണ് നിങ്ങൾ വീണ്ടും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ ലൈഫിൽ എത്ര തന്നെ പുതിയ തുടക്കം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അതേ അവസ്ഥയിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ. അതായത് നിങ്ങൾക്കപ്പോൾ തോന്നി, ഒരു വഴി അടഞ്ഞപ്പോൾ അടുത്ത വഴിയും അടഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ വീണ്ടും വീണ്ടും ഒരേ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്കപ്പോൾ തോന്നി. കാരണം സമയം നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ട് ഇരുത്തിയിരിക്കുകയാണ് നിങ്ങളെ. ഇവിടെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ അങ്ങനെ ദൈവം ആക്കിയതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ സ്റ്റക്കാക്കി വച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെയും സ്വഭാവം എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. ആര് നിങ്ങളെ കൂടെ നല്ലത് ചിന്തിക്കുന്നു, ആര് നിങ്ങൾക്ക് വേണ്ടി മോശം ചിന്തിക്കുന്നു, ഈ ഒരു സിറ്റുവേഷനെ എന്ത് ചെയ്താലാണ് എനിക്ക് നല്ല ഒരു സക്സസ് ലഭിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ക്രിയേറ്റ് ആക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സംഘർഷങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈശോ നിങ്ങൾക്ക് എന്താണ് തരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന്.
ഇവിടെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ലീഗൽ മാറ്റർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ വിക്ടറി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നും, പക്ഷേ ഈ ദൈവം അത് പോസിബിൾ ആക്കുന്നതാണ്. ഈശ്വരൻ്റെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇവിടെ വരാൻ പോകുന്ന സമയം ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്തെങ്കിലും ലോൺ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പൈസ വേറെ ആരുടെയും കയ്യിലാണ്, അത് നിങ്ങൾ വാങ്ങിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തോ ക്യാഷിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വരാൻ പോകുന്ന സമയം കിട്ടുക തന്നെ ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒട്ടും തന്നെ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ലഭിക്കുമെന്ന്. പെട്ടെന്നായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ എന്തോ ഒരു കാര്യം നടത്താൻ വേണ്ടിയാണ് ദൈവം ഈ രീതിയിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ ഭാഗ്യം നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു സപ്പോർട്ട് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി സിറ്റുവേഷൻസ് വരെ ക്രിയേറ്റ് ആകും. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വിഷമമുണ്ട്, അപ്പോഴെല്ലാം ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. ലക്ഷ്മി മാതയുടെ കൃപ നിങ്ങളുടെ മേൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ദൈവിക ഊർജയുടെ ആശീർവാദവും ഉണ്ട്. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഹെൽപ്പാണോ ആവശ്യം, ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ആരുടെയെങ്കിലും ഉപദേശമായിരിക്കാം, ചിലപ്പോൾ പൈസ ആയിരിക്കാം. ഇതിൽ രണ്ടിൽ എന്തായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന 17 ദിവസത്തിനുള്ളിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ 7ൻ്റെ ആ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 7ൻ്റെ എനർജി ലാഭം മാത്രമേ തരികയുള്ളൂ, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം തരികയില്ല. നേരിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നഷ്ടമുണ്ടാകുമെന്ന് തോന്നും, പക്ഷേ നിങ്ങൾക്ക് ലാഭം മാത്രമേ തരികയുള്ളൂ. ഇവിടെ നിങ്ങൾ സ്വയം നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയുമായിട്ട് മിക്സായിട്ട് ഇരിക്കുകയാണിപ്പോൾ. പക്ഷെ നിങ്ങൾ പോസിറ്റിവിറ്റിയെ മാത്രമായിരിക്കും ആകർഷിക്കുന്നത്, നെഗറ്റിവിറ്റി ആയിരിക്കത്തില്ല. നിങ്ങളുടെ ലൈഫിലുണ്ടായ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളെ മെൻ്റലി ഇമോഷണലി സ്ട്രോങ് ആക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടവറിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളെ ശക്തിശാലിയാക്കുക. അത് സാധിച്ചു. അങ്ങനെ ആക്കിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ക്രിയേറ്റ് ആവുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും 5 വർഷം മുന്നേ, 6 വർഷം മുന്നേ, 4 വർഷം മുന്നേ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരുന്നു. അതായത് ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തവരാണ് നിങ്ങൾ. ആ ടവർ മൂവ്മെൻറ്റിൽ കൂടെ എങ്ങനെ നിങ്ങൾ പുറത്തു വന്നു, അതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ 1 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി മോശം സംഭവിക്കാൻ പോവുകയാണോ ഇനി എന്നാണ്. ഇവിടെ ഈ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാസ്റ്റിലെ ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അതിനെ ഇഗ്നോർ ചെയ്യുക. ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മനസ്സിങ്ങനെ തോന്നിപ്പിക്കും. ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം, കോമഡി സീരിയൽ കാണാം, കോമഡി പ്രോഗ്രാം കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ ആകർഷിക്കുക. അതായത് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വീഡിയോ ത്രൂ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കണ്ടിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ജീവി ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. നിങ്ങളുടെ ചിരി നിങ്ങൾക്ക് തടയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം കാണിക്കുന്ന ഒരു സൈനാണിത്. നിങ്ങളുടെ മുഖത്ത് ചിരി കൊണ്ടുവരുവാൻ വേണ്ടി, പഴയതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി നിങ്ങളെ തയ്യാറാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കരയേണ്ട ആ ഒരു ദിവസം കഴിഞ്ഞ് ഇനി സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ചിരി നിങ്ങൾക്ക് തന്നെ വളരെയധികം ഇഷ്ടമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള പല ആൾക്കാരും നിങ്ങളുടെ ചിരി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാനാണ്. ചില ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് സന്തോഷമല്ല വിഷമം കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില ആൾക്കാരുണ്ട് നിങ്ങളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സന്തോഷം ഡബിളായിട്ട് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മക്കൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ശുഭകാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 444 11 11 13 13 ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ കുട്ടികൾ റിലേറ്റഡ് ആയിട്ടൊരു ശുഭകാര്യം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു എന്നും ഉണ്ട് ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നത് കൊണ്ട്.
ഇവിടെ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതൊരു റീസണായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ അത് നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ റിയാലിറ്റിയിൽ അതുണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ ആ ഒരു അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ക്ക് തോന്നുന്നതാണ്. കാരണം ഈ ഒരു നമ്പർ അതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ സമയം നിങ്ങളെ ഈ രീതിയിൽ ഭാഗ്യശാലിയാക്കി മാറ്റുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വന്ന് കയറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കും ഒരിക്കലും നടക്കത്തില്ല എന്ന്. പക്ഷെ സഡനായിട്ട് ഒരു മിറാക്കിൾ പോലെ ആയിരിക്കും ആ ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ഒരുമിച്ച് 2 സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു, എനിക്ക് ആ സന്തോഷം ലഭിക്കുന്നില്ലല്ലോ ദൈവമേ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നത്. 1 അല്ല 2 സന്തോഷം. ലൈഫിൽ എപ്പോഴെങ്കിലും സന്തോഷവും സമാധാനവും വരുന്ന ആ ഒരു സൈൻ ലഭിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീലാകും. അതേപോലെയാണ് എനിക്കും ഒരു ഹാപ്പിനെസ് ഫീലാകുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും വരുന്നത് എനിക്കും വളരെ വലിയ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം കുറേ നാൾ കൊണ്ട് ഞാൻ റീഡിങ് ചെയ്യുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ആ ഒരു സൈൻ കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കാൻ പോകുകയാണ് എന്നുള്ള. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം സന്തോഷത്തെ ആകർഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്രയെ ദൈവം ഓപ്പൺ ആക്കിയത്. ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും വരികയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ആ ഒരു കാര്യം നടക്കാൻ പോകുകയാണ് എന്ന്. കാരണം എൻ്റെ പല റീഡിങ്ങിലും ഒരു മെസ്സേജിന് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും. കാരണം അത് നടക്കാൻ സമയമാകുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും വരുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ മെസ്സേജ് വരത്തില്ല. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ എത്തുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പണായി ഹീലാവുന്നത്. ഇനി നിങ്ങൾ സന്തോഷിക്കാനുള്ള ആ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എപ്പോഴും. കാരണം സരസ്വതി മാതാവ് അല്ലെങ്കിൽ ലക്ഷ്മി മാതാവ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സന്തോഷം ഉറപ്പായിട്ടും കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയാൻ പറഞ്ഞത്. ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയായാലും നമ്മൾക്ക് വേണ്ടിയായാലും ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം. മോശം രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ചില ആൾക്കാരെ നമ്മൾ ശപിക്കത്തില്ല, ദേഷ്യവന് അവന് അങ്ങനെ സംഭവിക്കണം, അവർക്ക് അങ്ങനെ സംഭവിക്കണം, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ആ ഒരു ശബ്ദത്തിൽ ഒരു മര്യാദ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേ പോകണം. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരികയുള്ളൂ. ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ എല്ലാ സംഘർഷങ്ങളെയും അവസാനിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആർക്കേഞ്ചൽ റാഫേലിന് ഒരു നന്ദി പറയുക. ഇവിടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഗ്രീൻ കളറിനോട് നിങ്ങൾക്ക് ഭയങ്കര ആകർഷണം തോന്നും. നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇലകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. പച്ച നിറത്തിലുള്ള ഇലകൾ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ഗ്രീനറിയോട് ആകർഷണം തോന്നും നിങ്ങൾക്ക്. ഇവിടെ ചില സമയങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകണം, എന്തോ ഒരു ഊർജം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പെട്ടെന്ന് സുഗന്ധം വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു ദൈവിക ഊർജം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. ഇവിടെ നിങ്ങൾ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ഒരു സുഗന്ധം വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തോ ഒരു ഊർജ്ജം എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനെ പേടിയില്ല. അപ്പോൾ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്ന ആർക്കേഞ്ചൽ റാഫേലും ആർക്കേഞ്ചൽ മൈക്കിളുമാണ്. ഈ 2 ഏഞ്ചൽസും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ 2 ഏഞ്ചൽസും നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഏഞ്ചൽസ് നിങ്ങളുടെ ഹൃദയത്തെ ഹീലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷത്തിലേക്ക് നിങ്ങളെ എത്താൻ വേണ്ടി സഹായിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ നല്ല വിചാരങ്ങൾ കൊണ്ടുവരുന്നു. കാരണം ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ്സിൽ എത്തണമെങ്കിൽ നെഗറ്റീവ് അല്ല പോസിറ്റീവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഏഞ്ചൽസിനറിയാം. കാരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ വരാൻ പോകുന്ന സന്തോഷം സ്വീകരിക്കാൻ തയ്യാറാണ് ദൈവമേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു സംസാരം നിങ്ങളുടെ വായിൽ നിന്ന് ഉണ്ടാകും. ഇങ്ങനൊരു സംസാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നവരാണ്. ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. എന്തായാലും നിങ്ങളുടെ ആ ഒരു പെയിൻ അവസാനിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് വളരെ ഹാപ്പി ആയിട്ടാണുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ആത്മാവ് ഹാപ്പിയാണ്.
13 നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാൻ പോകുകയാണ് എന്നർത്ഥം. ഇനി നിങ്ങളുടെ ശ്രദ്ധ മാറത്തില്ല. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺസെൻട്രേഷൻ കിട്ടുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സാറ്റേൺ അല്ലെങ്കിൽ രാഹു, ഈ 2 ഗ്രഹത്തിൻ്റെ ആ ഒരു ദൃഷ്ടി നിങ്ങളുടെ ലൈഫിൽ കുറയുമ്പോഴാണ്. കാരണം ഇവരുടെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധക്കുറവ് ഭയങ്കരമായിട്ട് ഉണ്ടാകും. ഇവിടെ രാഹുദശാകാലമായാലും ശനിദശാകാലമായാലും ഇത് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ നല്ലത് തന്നിട്ടേ പോകത്തുള്ളൂ. രാഹുഭഗവാൻ എപ്പോഴും ഇങ്ങനെ ഒരു വിചാരം നിങ്ങളുടെ ഉള്ളിൽ തരുന്നു, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ചിലപ്പോൾ സക്സസ് ആയാലോ, അങ്ങനെ ഒരു വിചാരം തരുന്നു. ഇവിടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ശനി ഭഗവാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് തന്നിട്ടാണ് പോകുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് യെല്ലോ കളർ ഫ്ലവർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇല്ല എങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. യെല്ലോ കളറ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ശുഭത വരാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കണിക്കൊന്ന പൂക്കുന്ന കാലമാണ്. നിങ്ങളുടെ വീട്ടിലോ വീട്ടിൻ്റെ അടുത്തോ കണിക്കൊന്ന ഉണ്ടെങ്കിൽ അത് പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നത് തന്നെ വളരെ വലിയൊരു നല്ല ഒരു കാര്യമാണ്. ഒരു സമയം ദൈവം നിങ്ങളെ സ്റ്റക്കാക്കി വച്ചിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങളുടെ ആ ഒരു ഗതി ആർക്കും തടയാൻ സാധിക്കത്തില്ല എന്നാണ്. അവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുന്ന ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ല, എനിക്ക് അങ്ങനെ ഒരു നല്ല ലൈഫ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ലൈഫ് ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സഡനായിട്ട് അങ്ങനെ സ്ഥിതികൾ ക്രിയേറ്റ് ആവുക തന്നെ ചെയ്യും. സ്ഥിതികൾ ക്രിയേറ്റായി അങ്ങനൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിലും ചെറിയ ചെറിയ പരിവർത്തനങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലല്ല, അതിൽ നിന്ന് പുറത്ത് വന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് സംഘർഷമായിട്ട് തോന്നിയത്, ഇപ്പോൾ അതൊരു സംഘർഷമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. സന്തോഷമായിട്ട് എൻജോയ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഈ ഒരു സമയം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിച്ചു ലൈഫിൽ ഒരു നല്ല ഒരാളാക്കി മാറ്റി. എന്തായാലും എന്തോ കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഇപ്പോഴേ ദൈവം റെഡിയാക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെ വെച്ച് എന്തോ കാര്യം ചെയ്യാനുണ്ട്, അതിനുവേണ്ടി നിങ്ങളെ ഇപ്പോഴേ റെഡിയാക്കുന്നുണ്ട്. ചില സ്പെഷ്യലായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകും. വീട് വാങ്ങിക്കാനുള്ള ആ ഒരു യോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ നല്ല ഒരു വീടായിരിക്കും അത്. വളരെ ശുഭതകളും സന്തോഷവും സമാധാനവും നിറഞ്ഞ വീട്. എവിടെയാണോ നിങ്ങൾ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത് ഒത്തിരി നമ്മുടെ വൃക്ഷങ്ങൾ, ചെറിയ ചെടികൾ, ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാകും. greenery കൂടുതലായിട്ട് ഉണ്ടാകും നിങ്ങൾ വീട് വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത്. കാക്കയുടെ കൂട് അല്ലെങ്കിൽ പക്ഷികളുടെ കൂട് കൂടുതലായിട്ട് ഉണ്ടാകും അവിടെ. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ബേർഡ്സ് കൂടുതലായിട്ട് ഉണ്ടാകും. അതായത് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്ലോട്ട്. അപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഇങ്ങനെയായിരിക്കുമെന്ന്. കൂടാതെ അവിടെ എപ്പോഴും ഒരു മാനസിക ശാന്തി, രാവിലെ എണീക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ കിരണങ്ങൾ നിങ്ങളുടെ മുഖത്ത് വരുന്നതായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. മെഡിറ്റേഷൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു ഫ്ലോട്ടിൽ നിങ്ങൾ എത്തുമ്പോൾ സ്വയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വീട് വാങ്ങിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ രീതിയിലുള്ള ആ ഒരു വീട് ഒരു മന്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈശ്വരൻ പറയുന്നത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് എന്തോ കാര്യമുണ്ട്, പക്ഷെ നിങ്ങൾ ആ ഒരു സപ്പോർട്ട് യൂസ് ചെയ്യുന്നില്ല. അതായത് ഒരാൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എത്ര സമയമെടുക്കും, രണ്ടുപേര് ചേർന്ന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തും. അതേപോലെയാണ് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത്. നിങ്ങളുടെ ചുറ്റിലുമുള്ള ഏതോ ഒരു വ്യക്തി വളരെ ആത്മാർത്ഥതയോട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ചോദിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വിശ്വാസമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അവരോട് സപ്പോർട്ട് ചോദിക്കാത്തത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആരുടെയോ പ്രശംസ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 20 ദിവസത്തിനുള്ളിൽ ആരോ നിങ്ങളെ നല്ല രീതിയിൽ പ്രശംസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ചില ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലുണ്ടായ മാറ്റം അവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 20 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് പ്രശംസിക്കും ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.